ഹായ് സുഹൃത്തുക്കളെ, റാബൂസ് പോയട്രി ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന കമ്പോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന പുഴുക്കളെയാണ് നമ്മൾ കോഴികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ കമ്പോസ്റ്റ് അരിച്ചെടുത്തിട്ട് ആ പുഴുക്കളെ മാത്രം വേർതിരിച്ച് നമ്മൾ കോഴികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ബാക്കി വരുന്ന കമ്പോസ്റ്റ് നമ്മളുടെ കൂടിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു കൃഷിത്തോട്ടം, നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും അതുപോലെ കുറച്ച് പഴവർഗ്ഗങ്ങളും നമ്മൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിച്ചായിരുന്നു കൃഷി ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നമ്മളിപ്പോൾ കണ്ടത് നമ്മളുടെ ഒരു ശംഖുപുഷ്പമാണ്. ആ ശംഖുപുഷ്പത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത് കൃഷി ചെയ്ത് ചായക്ക് പകരം നമ്മളിപ്പോൾ കുടിക്കുന്നത് ഈ ബ്ലൂ ടീ ആണ് കേട്ടോ. അതുപോലെ ഈ കാണുന്ന പപ്പായ മരങ്ങൾക്കൊക്കെ നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റ് തന്നെയാണ്. വീട്ടിലെ വേസ്റ്റുകൾ ഉപയോഗിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വളമായിട്ട് ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു സപ്പോട്ട മരം കണ്ടോ, ഇതിൽ മുന്നേ നമുക്ക് കായ്കളൊന്നും കിട്ടാറില്ല. ചെറിയ കായ്കൾ, അതായത് ചെറിയ സപ്പോട്ട ഉണ്ടായി അതിനുശേഷം പെട്ടെന്ന് കരിഞ്ഞു പോകുമായിരുന്നു. ഇപ്പം നമുക്ക് ഈ വളങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കായ്ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സപ്പോട്ടയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സപ്പോട്ടകൾ നമുക്ക് ഈ വർഷം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു കമ്പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഇട്ടത്. ഈ കാണുന്ന ചാമ്പക്ക മരം ഇതൊക്കെ പഴവർഗ്ഗങ്ങളിൽപ്പെട്ടതാണ്. ഇതിലുള്ള ഒരുപാട് ഇങ്ങനെ പല കൃഷികളും നമ്മളെ വീട്ടിൽ ഒരുപാട് കൃഷികളുണ്ട് ചെറുതായിട്ട്. അതിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വളം എന്ന് പറയുന്നത് ഈ കമ്പോസ്റ്റാണ്. ഈ കണ്ട പേരക്ക മരമായിക്കോട്ടെ, അതുപോലെ ഈ പപ്പായ, ഈ ചെറിയൊരു പപ്പായ മരത്തിൽ പോലും നമുക്ക് ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു കമ്പോസ്റ്റ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഈ കാണുന്നതാണ് അവക്കാഡോ. അവക്കാഡോ നമ്മൾ ഷോപ്പുകളിൽ മാത്രമാണ് നമ്മൾക്ക് വാങ്ങാൻ കിട്ടിയിരുന്നത്. നമ്മളിതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് അടുത്ത് തന്നെ നല്ലൊരു കായ്ഫലങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന കൂവ, നമ്മളെ നാട്ടിൽ കൂവ എന്നാണ് പറയുന്നത്. ഈ കൂവയുടെ ചെടികളൊന്നും ഇപ്പം നമ്മളെ നാട്ടിൻപുറങ്ങളിലൊന്നും കാണാനേ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെറുതായിട്ടൊരു കൃഷി ചെയ്തുകൊണ്ട് നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഈ കാണുന്ന വൈതിരിങ്ങ, ഇതൊക്കെ നമ്മൾ ഈ ഒരു വളമിട്ട് കൃഷി ചെയ്ത് ഇത് നല്ലൊരു കായ്ഫലം ലഭിച്ച ഒരു മരമാണ് ഈ കാണുന്നത്. അതുപോലെ ഒരുപാട് നല്ല നല്ല ചെറിയ ചെറിയ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തക്കാളി, മുളക്, അങ്ങനെ കറികൾക്ക് ആവശ്യമായ ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിളവെടുപ്പും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ എല്ലാ കൃഷികളെപ്പറ്റിയും അതിലൂടെ നമുക്ക് എന്തൊക്കെ ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള എല്ലാം നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.